മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. UDF CPIM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെയാണ് സംഘർഷം. കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റു. പോലീസ് ലാത്തി വീശിയപ്പോഴാണ് പരിക്കേറ്റതെന്നുള്ള വിവരവുമുണ്ട്. ഏതായാലും അത് പരിശോധിക്കാൻ സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് വിവരങ്ങളുമായി. സമീർ, വലിയ സംഘർഷമാണോ പേരാമ്പ്രയിൽ ഉണ്ടായത്? എന്താണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്? ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റു. അത് എന്താണ് സംഭവിച്ചത്? അവിടെ കോളേജിലെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വാക്കേറ്റങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. പേരാമ്പ്ര CKG കോളേജിലെ ആയിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അത് SFI അതുപോലെ തന്നെ UDSF പ്രവർത്തകർ തമ്മിലായിരുന്നു. അതാണ് പിന്നീട് രാഷ്ട്രീയപരമായിട്ട് തന്നെ അത് വളർന്നു വരികയും അത് CPIM-ഉം കോൺഗ്രസും ഏറ്റെടുത്തു. അത് പിന്നീട് CPIM-ഉം അതുപോലെ UDF-ഉം തമ്മിലുള്ള ഒരു പ്രശ്നമായി മാറുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി കൊണ്ട് വലിയ സംഘർഷം പിന്നീട് ഉണ്ടായി, സന്ധ്യയോടുകൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പേരാമ്പ്രയിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്തത്. UDF ആഹ്വാനം ചെയ്ത ഹർത്താലായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ഈ ഹർത്താലിന് പിറകെ പിന്നീട് CPIM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ടൗണിൽ മാർച്ച് നടത്തി. ആ പ്രതിഷേധ പ്രകടനം ഇരുകൂട്ടരും മുഖാമുഖം. ഞാൻ 1 മിനിറ്റ്, ഷാഫി പറമ്പിൽ MP-ക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ ഷാഫിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, അതൊന്ന് കേട്ട ശേഷം തിരികെ വരും. ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും.